നേതാവിന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. വിദേശ ബിസിനസ്സുകാരെ ഉൾപ്പെട്ടിരുന്നത് അപ്പോഴല്ലേ നോക്കിയിട്ടാണല്ലോ ഏത് ലെവലിലാണ്. വിജിലൻസ് അന്വേഷിക്കണം. വിജിലൻസ് അന്വേഷിച്ചിട്ട് എന്താ കാര്യം? വിജിലൻസ് അന്വേഷിച്ചാൽ ലൈഫ് മിഷൻ അന്വേഷിക്കാൻ പോയ പോലെ ഇരിക്കും. ആ ഫയലുമായിട്ടൊരു പോക്ക് പോയിട്ട് കണ്ടിട്ട് പോലും ഇല്ല ആ ഉദ്യോഗസ്ഥന്മാർ. CBIക്ക് കൊടുക്കാതിരിക്കാൻ പറ്റിയ ആ ഫയലായിട്ട് പോയതാണ്. അറിയാമല്ലോ, വിജിലൻസ് അന്വേഷിച്ചിട്ട് ഇവിടെ ലൈഫ് മിഷൻ കേസ് ഒന്നുമില്ല. ക്ലിയർ കേസാണ്, ക്ലിയർ കേസ്. അത് നമ്മൾ 20-ാം തീയതി സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ല, ഞങ്ങളിത് ഈ അങ്ങയുടെ ഈ കൺസേൺ, അങ്ങയുടെ ഈ ചോദ്യത്തിന് ഒരു കൺസേൺ ഉണ്ട്. ആ കൺസേൺ ആണ് ലോകായുക്ത ബില്ല് വന്നപ്പോൾ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞത്. കേരളത്തിലെ ഒരു അഴിമതി നിരോധന സംവിധാനം ഇല്ലാതാവുകയാണ്. ലോകായുക്ത പോവാൻ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും പറയും? ദേശാഭിമാനിക്കാർ പോലും പറയില്ല ലോകായുക്ത പോവാൻ. പറയില്ല. കാരണം എല്ലാവർക്കും അറിയാം ലോകായുക്തയുടെ ലോകായുക്ത എന്ന് പറയുമ്പോൾ ചിരി തുടങ്ങും. നിങ്ങളെല്ലാവരും ചിരിച്ചു ഞാൻ നോക്കിയപ്പോൾ ലോകായുക്ത എന്ന് പറഞ്ഞപ്പോൾ. അപ്പൊ ലോകായുക്തയെ ആ സ്റ്റേജിലാക്കി. കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ സംവിധാനമായിരുന്നു, അതില്ലാതാക്കി. വിജിലൻസ് ഞാൻ പറഞ്ഞല്ലോ, വിജിലൻസ് ഇഷ്ടക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞല്ലോ, അതിന് മറുപടി പറഞ്ഞല്ലോ. അല്ല, വരട്ടെ, ഇതിന്റെ ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടക്കട്ടെ. ഏത് ഏജൻസി അന്വേഷിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ വിശ്വസ്തരായിരിക്കണം. കേന്ദ്ര ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സെറ്റിൽ ചെയ്യുമല്ലോ ഇവരുമായിട്ട് ഇടയ്ക്ക് ധാരണ ഉണ്ടാവുമല്ലേ? അല്ല, അപ്പോ അതാണ് പറഞ്ഞത്, സമഗ്രമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടന്നാൽ കൃത്യമായ തെളിവുകൾ പുറത്തു വരും. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ജുഡീഷ്യൽ എൻക്വയറീസ് ആക്ട്. എന്തിനാ? വളരെ ഇതായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്, നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കാൻ വേണ്ടിയാണ് എൻക്വയറീസ് ഓഫ്, അല്ലേ? അല്ല, അത് ആലോചിക്കാൻ നമുക്ക്. അത് ഞങ്ങൾ അദ്ദേഹത്തിന്റെ അഡ്വൈസ് എന്തിനാ? അദ്ദേഹം വെല്ലുവിളിക്കല്ലേ ചെയ്ത്? അതിലൊന്നും വെല്ലുവിളിച്ചില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതി പോകാമല്ലോ, ഞങ്ങളൊന്നും ചെയ്യില്ല എന്നാണ്. അല്ലല്ല, വെല്ലുവിളിച്ചത് മറ്റേതാണ്. അത് ഞാൻ ശരിക്കും വെല്ലുവിളിച്ചത് മറ്റേതാണ്. അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് വെല്ലുവിളി. ആ വെല്ലുവിളി സ്വീകരിച്ചു. അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്, ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ടല്ലോ, ഈ കാശ് കിട്ടാത്ത ആളുകൾ ഇദ്ദേഹത്തെ സമീപിച്ചോന്ന്. നമ്മൾ ചില ആളുകളെ മുമ്പിൽ നിർത്തി കച്ചവടം നടത്തുമ്പോൾ കച്ചവടത്തിൽ പ്രശ്നം വന്നാൽ ഈ നഷ്ടപ്പെട്ട ആളുകൾ ആ ആളെ അന്വേഷിച്ച് പോകുമല്ലോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണല്ലോ. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഉണ്ട്, ആ യോഗത്തിലുണ്ട്. അല്ലല്ല, എന്തിനാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരാളല്ലേ? ഏതെങ്കിലും ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന ഒരാളാണോ? ഞാൻ പറഞ്ഞല്ലോ, ടെൻഡർ കണ്ടീഷൻസ് ആണ്. ഓരോന്നിനും ഓരോ ടെൻഡറാണ്. ഏത് ടെൻഡർ ആയാലും ആ ടെൻഡർ ഡോക്യുമെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ടെൻഡറിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ബാധകമല്ല, എനിക്ക് ബാധകമാണ്, ഇയാൾക്ക് ബാധകമല്ല എന്ന് പറയുന്നതിൽ എന്താ കാര്യം? ടെൻഡർ കണ്ടീഷൻസ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ദ പേഴ്സൺസ് ദോസ് ഹു ആർ അറ്റൻഡിങ് ദി ബിഡ്, അല്ലേ? ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം, കുറ്റവാളികളെ കൊണ്ടുവരണം. അത് ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കണം. ഞാൻ ഇന്നും പറഞ്ഞു, ഇന്ന് ഞാൻ 3 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് എന്നോട് ആ ചോദ്യം തന്നെ ചോദിക്കുക. ഞാൻ വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് പറഞ്ഞത്, ഒരു പ്രശ്നമില്ല, അന്വേഷിക്കട്ടെ. ഞങ്ങളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വഴികളുണ്ടല്ലോ, ഞങ്ങളത് ആലോചിച്ച്. ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സമരം, ഈ 2 വർഷത്തെ ഏറ്റവും വലിയ സമരം, സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ സമരം UDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് രണ്ടുമായിരിക്കും. പിന്നെ ഈ 1ാം പിണറായി സർക്കാരിന്റെ കാലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരികയാണ് പുറത്തേക്ക്. ഇനി എന്ത് വരാൻ? ഇതൊക്കെ ഒന്ന് ഒരു രൂപത്തിലായി കഴിയുമ്പോൾ അടുത്ത് പറയാം. വ്യവസായ വകുപ്പ് മറുപടി കൊടുത്തിട്ടുണ്ട്. വ്യവസായ വകുപ്പ് കൊടുത്തേക്കുന്ന മറുപടിയിൽ നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, ഞങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതെന്ന്. അത് തെറ്റാണ്. സർക്കാരിനൊരു ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം കെൽട്രോണും സ്വിഫ്റ്റും തമ്മിലുള്ള എഗ്രിമെന്റിൽ ഈ കൺസോർഷ്യം രൂപീകരിച്ചതിനെ പറ്റി പറയുന്നുണ്ട്.
ഈ കൺസോർഷ്യത്തെ പറ്റി പറയുന്നുണ്ട്. അൽഹിന്ദ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്രിറ്റിന്റെ MD പറഞ്ഞെന്ന് പറയാം, അൽഹിന്ദ് ഏതാണെന്ന് ചോദിച്ചെന്ന്. അവർ കൺസോർഷ്യം രൂപീകരിച്ചതിലെ സിഗ്നറ്ററിയാണ് ഈ സ്രിറ്റിന്റെ, അദ്ദേഹത്തിന്റെ പേര് മധു നമ്പ്യാർ. അദ്ദേഹമാണ് ഒപ്പുവെച്ചേക്കണം. ഞാനത് പരിശോധിച്ച രേഖ. അപ്പൊ അൽഹിന്ദ് ഏതാന്ന് ചോദിക്കുക. അല്ലല്ല, ഒന്നും ചെയ്തില്ല. ഇങ്ങനെ അതിൽ പങ്കെടുത്ത കൺസോർഷ്യത്തിൽ ഉണ്ടായിരുന്ന, കൺസോർഷ്യത്തിനെ കുറിച്ച് അറിയില്ല എന്നൊന്നും സർക്കാർ പറയരുത്. എടാ, നമ്മളിൽ രേഖയുണ്ട്. കെൽട്രോണും സ്രിറ്റും തമ്മിൽ വെച്ച എഗ്രിമെന്റിൽ ഈ കൺസോർഷ്യത്തെ കുറിച്ചുള്ള പ്രധാനമായും 4 ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് മുന്നോട്ട് വച്ചിരിക്കുന്നത്. 100 കോടിയുടെ അഴിമതി കൃത്യമായും ഈ AI ക്യാമറ വിവാദത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. ഈ കൺസോർഷ്യത്തിൽ പ്രകാശ് ബാബു പങ്കെടുത്തിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളാണ് അദ്ദേഹം ഇന്ന് പ്രധാനമായും പങ്കുവച്ചിരിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അനഘ നരിക്കുനിയുണ്ട് കൊച്ചിയിൽ നിന്നും. അനഘ, ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന പുതിയ വിവരങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രതിപക്ഷ നേതാവ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് AI ക്യാമറയിൽ നടന്നത് 100 കോടിയുടെ അഴിമതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. 45 കോടിക്ക് വാങ്ങാവുന്ന സാധനങ്ങൾക്കാണ് 157 കോടിക്ക് പ്രപ്പോസൽ നൽകിയത്. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാവുന്ന സാധനങ്ങൾ വൻ വിലയ്ക്ക് വാങ്ങുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. 57 കോടി രൂപയ്ക്ക് പദ്ധതി നടപ്പാക്കാമെന്ന് ട്രോയ്സ് കമ്പനി അറിയിച്ചിരുന്നു. എന്നാൽ അതിനേക്കാൾ കൂടുതൽ തുക ചെലവാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വിചിത്രമായ തട്ടിപ്പ് നടന്നുവെന്നാണ് അദ്ദേഹം ഈ ഒരു AI ക്യാമറ അഴിമതി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ക്യാമറ ഇടപാട് മുഴുവൻ നടന്നത് പ്രസാഡിയോയുടെ നിയന്ത്രണത്തിലാണ്. എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തത് പ്രസാഡിയോ കമ്പനിയാണ്. അവർ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അഴിമതികളെല്ലാം നടന്നത്. അതോടൊപ്പം പ്രകാശ് ബാബു, കൺസോർഷ്യത്തിന്റെ യോഗത്തിൽ പ്രകാശ് ബാബു പങ്കെടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ നേരം സംസാരിച്ച വ്യക്തി പ്രകാശ് ബാബുവാണ്. തട്ടിപ്പുകൾ നേരത്തെ തന്നെ വ്യവസായ വകുപ്പിന് അറിയാമായിരുന്നു, അവരെ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു വിവരം അറിയിക്കുന്നത് ഒക്ടോബർ 23-നാണ്. എന്നാൽ വ്യവസായ മന്ത്രി കാര്യം അറിഞ്ഞിട്ടേ ഇല്ല, അല്ലെങ്കിൽ തങ്ങൾക്കൊന്നും അറിയില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. രാജീവോ മുഖ്യമന്ത്രിയോ, അതായത് രാജീവും മുഖ്യമന്ത്രി, ഇത് രണ്ടിൽ ആരെങ്കിലും ഒരാൾ ഇതിൽ മറുപടി പറയട്ടെ. തട്ടിപ്പുകൾ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കയ്യിൽ വെച്ചിട്ട് എന്ത് അന്വേഷണമാണ് ഇവർ നടത്തുന്നത്, ആ അന്വേഷണം ഏത് വഴിക്ക് പോവാനാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയുണ്ടായി. സെക്രട്ടറിക്കും മന്ത്രിക്കും കാര്യങ്ങൾ അറിയാമായിരുന്നിട്ടും അത് മറച്ചു വെക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോയത്. അതായത് കറക്ക് കമ്പനികൾക്ക് മാത്രം മതിയെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയത് സർക്കാർ തന്നെയാണ്. അതുപോലെ കെ ഫോണിന്റെ എല്ലാ കരാറിലും അഴിമതി ഉണ്ടായി. മൊത്തത്തിൽ സർവത്ര അഴിമതി എന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ഈ ഒരു വലിയ അഴിമതിയിൽ, അതായത് ഈ ഒരു വലിയ അഴിമതിയിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറയണമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം തനിക്ക് മറുപടി പറയാൻ, ഈ ഒരു വിഷയത്തിൽ തനിക്ക് മറുപടി പറയാൻ മനസ്സില്ല എന്നൊരു കാര്യം AK ബാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, AK ബാലനൊക്കെ മറുപടി പറയാനില്ല, മുൻ നിയമമന്ത്രിക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണ് കാര്യമെന്നാണ് പറഞ്ഞത്. താൻ ചില നിർണായക വിവരങ്ങൾ ഇന്ന് പുറത്തുവിടും, ചില നിർണായക രേഖകൾ ഈ ഒരു AI ക്യാമറയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവിടുമെന്നുള്ളൊരു കാര്യം പ്രതിപക്ഷ നേതാവ് മുൻപേ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഏറെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്, ഏറെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളത്. 100 കോടിയുടെ അഴിമതി, AI ക്യാമറയിൽ 100 കോടിയുടെ അഴിമതി നടന്നിരിക്കുന്നു. 45 കോടിക്ക് വാങ്ങാൻ സാധിക്കുന്ന സാധനങ്ങൾ 157 കോടിക്ക് പ്രപ്പോസൽ നൽകിയത് വലിയ വീഴ്ചയായി. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാവുന്ന സാധനങ്ങൾ വലിയ സർക്കാരിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും 4 ആരോപണങ്ങളാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുന്നത്. 100 കോടിയുടെ അഴിമതി കൃത്യമായും നടന്നു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നു. ട്രോയ്സിൽ നിന്ന് മാത്രം സാധനങ്ങൾ വാങ്ങണമെന്ന് പ്രസാഡിയോ നിർബന്ധം പിടിച്ചു. ഈ ഒരു ഇടപാടിൽ പ്രസാഡിയോയുടെ നിയന്ത്രണത്തിലാണ് ഈ ഇടപാടുകൾ മുഴുവൻ നടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ
കൺസോർഷ്യത്തിൽ പ്രകാശ് ബാബു പങ്കെടുത്തു, അത് പങ്കെടുത്തിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉയർന്നു വന്നിരുന്ന ചോദ്യമായിരുന്നു. അതിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിൻ്റെ തെളിവുകൾ സഹിതം ഹാജരാക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള സൂചന നൽകിയപ്പോൾ അതിനുള്ള മറുപടിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വ്യവസായ വകുപ്പ് ഈ വിഷയങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. കൈകൾ കെട്ടപ്പെട്ട അവസ്ഥയിലാണ് വ്യവസായ സെക്രട്ടറിയുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്വേഷിച്ചാൽ ഇത് എവിടെ എത്താനാണ് എന്നുള്ളൊരു മറുചോദ്യമായിരുന്നു ഈ വിഷയത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നതൊപ്പം തന്നെ കെ ഫോൺ വിഷയവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്തായാലും ഇതിനുള്ള മറുപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഏത് സമയത്തുണ്ടാകുമെന്നതിനെ കുറിച്ച് തന്നെയാണ് പൊതുജനങ്ങൾ നോക്കിക്കാണുന്നത്. എന്തായാലും വിമർശനങ്ങൾ തുടരുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങളാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ അതിന് ഒരു തരത്തിലുള്ള മറുപടി നൽകാനും സർക്കാരോ മുഖ്യമന്ത്രിയോ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.